നമസ്കാരം. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതികളായ നാഷണൽ ഹെറാൾഡ് കേസ് അത് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. ഈ കേസിൻ്റെ ഭാഗമായിട്ട് 2022 രാഹുലിനെയും സോണിയയെയും ഏതാണ്ട് 40 മണിക്കൂറോളം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. അടുത്ത് തന്നെ ഇ ഡി കുറ്റപത്രം സമർപ്പിക്കുമെന്ന് കേൾക്കുന്നു. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് രാഹുലിനെ വീണ്ടും ചോദ്യം ചെയ്തു എന്നും വരാം. പലപ്പോഴും കേരളത്തിൽ സംഭവിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കും. പക്ഷേ എന്താണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് ഒരു മാധ്യമവും വ്യക്തമായിട്ട് പറയുകയില്ല. അതുകൊണ്ട് എന്താണ് ഈ കേസ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതൊരു സാമ്പത്തിക തിരിമറി കേസാണ്. അതായത് നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം സാമ്പത്തിക തിരിമറിയിലൂടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അവരുടെ 3-4 സുഹൃത്തുക്കളും ചേർന്ന് തട്ടിയെടുത്തു. ഇതാണ് ഈ കേസ്. 2013 സുബ്രഹ്മണ്യം സ്വാമിയാണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ് ആദ്യമായിട്ട് ഫയൽ ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ 1937 ആരംഭിച്ച ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ്, AJL. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മൗത്ത് പീസ് അല്ലെങ്കിൽ ജിഹ്വയായിട്ടാണ് AJL ആരംഭിക്കുന്നത്. AJL കോൺഗ്രസ് പാർട്ടിയുടെ പ്രോപ്പർട്ടി ആയിരുന്നു. AJLൻ്റെ കീഴിൽ 3 പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. നാഷണൽ ഹെറാൾഡ് ഇൻ ഇംഗ്ലീഷ്, നവജീവൻ ഇൻ ഹിന്ദി, ഘോസി ആവാസ് ഇൻ ഉറുദു. 2008 90 കോടി നഷ്ടം AJL റിപ്പോർട്ട് ചെയ്തു. അതിനെ തുടർന്ന് AJL അവരുടെ പ്രസിദ്ധീകരണങ്ങളെല്ലാം നിർത്തിവെച്ചു. AJLന് രാജ്യത്തിൻ്റെ പല ഭാഗത്തും കെട്ടിടങ്ങളും പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ടായിരുന്നു. 2008 ഓപ്പറേഷൻസ് നിർത്തുമ്പോൾ ഏതാണ്ട് 2000 കോടി വില മതിക്കുന്ന സ്വത്തുക്കൾ AJLൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹിയിലെ പ്രൈം ലൊക്കേഷനിലെ ഹെറാൾഡ് ടവർ എന്ന 7 നില കെട്ടിടമായിരുന്നു. പത്രപ്രസിദ്ധീകരണം നിർത്തിയതോടെ ഹെറാൾഡ് ടവർ എന്ന 7 നില കെട്ടിടം AJL കമേഴ്ഷ്യൽ പർപ്പസസിന് വേണ്ടി വാടകയ്ക്ക് കൊടുത്തു. ഇനിയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രത്യക്ഷപ്പെടുന്നതും ഈ സാമ്പത്തിക തിരിമറി തുടങ്ങുന്നതും. 2010 രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചേർന്ന് യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പുതിയൊരു കമ്പനി തുടങ്ങി. അതിൻ്റെ 72% ഷെയറും ഈ അമ്മയുടെയും മകൻ്റെയും പേരിലായിരുന്നു. 36% രാഹുലിൻ്റെ പേരിലും 36% സോണിയയുടെ പേരിലും. ബാക്കി 28% ഷെയർ മറ്റ് 4 പേരുടെ കൈവശമായിരുന്നു. മോട്ടിലാൽ വോറ, സാം പിട്രോഡ, സുമൻ ദുബൈ, ഓസ്കാർ ഫെർണാണ്ടസ്. ഈ യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ, ഈ കമ്പനി തുടങ്ങാൻ അവർക്കുണ്ടായ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വെറും 50 ലക്ഷം രൂപ മാത്രമായിരുന്നു. ഈ സോണിയാഗാന്ധിയും പാർട്ടീസും പറയുന്നത് ഈ യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഉണ്ടാക്കിയത് തന്നെ AJLനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ഈ കോൺഗ്രസ് പാർട്ടി യങ് ഇന്ത്യക്ക് 90 കോടി ലോണായിട്ട് കൊടുക്കുന്നു. യങ് ഇന്ത്യ എന്ത് ചെയ്തു? യങ് ഇന്ത്യ ആ 90 കോടി ഈ AJLന് ലോണായിട്ട് കൊടുത്തു. യങ് ഇന്ത്യ പറയുന്നത് ഈ 90 കോടി AJLന് കൊടുത്തത് അവരുടെ ഈ നഷ്ടം നികത്തി കമ്പനിയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ്. ഈ 90 കോടി ലോൺ കൊടുത്ത യങ് ഇന്ത്യക്ക് AJL തിരിച്ചടവ് കൊടുക്കുന്നില്ല. അവർ ലോൺ തിരിച്ചടയ്ക്കാതായി. അങ്ങനെ തിരിച്ചടയ്ക്കാതായി കഴിഞ്ഞപ്പോൾ ഈ യങ് ഇന്ത്യ AJLനെ പൂർണ്ണമായിട്ടും അങ്ങ് ഏറ്റെടുത്തു. യങ് ഇന്ത്യ AJLനെ ഏറ്റെടുത്തതോടെ കോൺഗ്രസ് പാർട്ടി യങ് ഇന്ത്യക്ക് ആദ്യം കൊടുത്ത 90 കോടി അവരങ്ങ് എഴുതി തള്ളി. അതായത് കോൺഗ്രസ് 90 കോടി യങ് ഇന്ത്യക്ക് കൊടുക്കുന്നു, യങ് ഇന്ത്യ അത് AJLന് കൊടുക്കുന്നു. AJLന് ലോൺ തിരിച്ചടയ്ക്കുവാൻ സാധിക്കാതെ വന്നപ്പം യങ് ഇന്ത്യ AJLനെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നു. കോൺഗ്രസ് പാർട്ടി ആദ്യം യങ് ഇന്ത്യക്ക് കൊടുത്ത 90 കോടി എഴുതി തള്ളുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു സീക്വൻസ്. അതായത് വെറും 50 ലക്ഷം രൂപ മുതൽ മുടക്കിൽ തുടങ്ങിയ യങ് ഇന്ത്യ എന്ന കമ്പനി 2000 കോടി മതിപ്പ് വിലയുള്ള AJL എന്ന കമ്പനി ഏറ്റെടുത്തു. അതായത് ഈ 2000 കോടി മതിപ്പ് വിലയുള്ള AJL എന്ന കമ്പനി അമ്മയുടെയും മകൻ്റെയും പേരിലായി. അവർക്കാണ് യങ് ഇന്ത്യയിൽ 72% ഷെയറും ഉള്ളത്. ഈ തിരിമറിയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എൻറ്റിറ്റീസ് ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു സർക്കിൾ കിടക്കുന്നതെന്ന്. ഒന്ന്, കോൺഗ്രസ് പാർട്ടി. ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? സോണിയ ആൻഡ് രാഹുൽ. അന്ന് സോണിയാഗാന്ധിയാണ് അതിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി. പിന്നെ രണ്ടാമത്തെ യങ് ഇന്ത്യ. ആരാണത് കൺട്രോൾ ചെയ്യുന്നത്? സോണിയ ആൻഡ് രാഹുൽ. അവർക്കാണ് അതിൻ്റെ 72% ഷെയറും. പിന്നുള്ളത് AJL. ഈ AJLനെ കൺട്രോൾ ചെയ്യുന്നതാര്? കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടിയെ കൺട്രോൾ ചെയ്യുന്നതാര്? സോണിയ ആൻഡ് രാഹുൽ. ഇതാണ് കലാപരിപാടി. ഇതാണ് നാഷണൽ ഹെറാൾഡ് കേസിലെ സാമ്പത്തിക തിരിമറി, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ്.
അങ്ങനെ AJL എന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രോപ്പർട്ടി നെഹ്റു ഫാമിലിയുടെ പ്രോപ്പർട്ടിയായിട്ട് മാറി. നാഷണൽ ഹെറാൾഡ് എന്ന കോൺഗ്രസ് പാർട്ടിയുടെ മൗത്ത് പീസ്, ജിഹ്വ പത്രം, നെഹ്റു ഫാമിലിയുടെ ജിഹ്വയായിട്ട് മാറി. ഇപ്പോൾ എന്തായാലും ഈ കേസ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ വിധി പ്രതികൂലമാണെങ്കിൽ ഒരുപക്ഷെ അത് നെഹ്റു ഫാമിലിയുടെ അവസാനമായിരിക്കും. നമുക്ക് വിധിക്ക് വേണ്ടി കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.